കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് അല്പനിമിഷം നമുക്ക് ദൈവവചനം ചിന്തിക്കുവാനായി തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇത് ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. മനുഷ്യജീവിതത്തിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ആത്മീയ വിഷയങ്ങളാണ് നിങ്ങളുമായി അല്പനിമിഷം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആത്മരക്ഷ അഥവാ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? ബൈബിളിന് ആധാരമായി 2 ദൈവവചനം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. അപ്പോസ്തലരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ കൂടിയതാണ്. ദേഹം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇരിപ്പിടമാണ്. ദേഹത്തിന് ആഹാരം, വസ്ത്രം, പാർക്കുവാനുള്ള വീട്, വസ്ത്രം ഇതെല്ലാം ആവശ്യമാണ്. ദേഹിക്ക് ബുദ്ധി, ഇച്ഛ, വികാരം ഇവിടെ ഇരിപ്പിടമാണ് ദേഹി എന്ന് പറയുന്നത്. ഈ ദേഹിക്ക് സന്തോഷം, പാട്ട്, കലാപരിപാടികൾ ഇവയൊക്കെ നമ്മുടെ ദേഹിക്ക് ഇഷ്ടമാണ്. ആത്മാവ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അംശം, മനുഷ്യരിലുള്ള അംശമാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിനും ആത്മീയ വിഷയങ്ങൾ ആവശ്യമാണ്. ഈ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളിൽ മനുഷ്യരും മാത്രമുള്ള ഒരു പ്രത്യേകമായ ഘടകമാണ് ആത്മാവ് എന്നുള്ളത്. മറ്റ് ജീവജാലങ്ങൾക്ക് 2 ഘടകമുള്ളപ്പോൾ മനുഷ്യന് 3-ാമത്തെ ദൈവീയ അംശമാകുന്ന ആത്മാവ് എന്നൊരു ഘടകം കൂടെയുണ്ട്. ഈ ഭൂമിയിൽ ഒരു മൃഗം ജീവിക്കുന്നു, അത് ചത്തു കഴിഞ്ഞാൽ അതോടുകൂടെ തീരുന്നു. എന്നാൽ മനുഷ്യൻ മരണത്തോടുകൂടെ അവസാനിക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം മരണം കൂടെ നമ്മൾ അവസാനിക്കുകയും ഈ മരണത്തിനപ്പുറമായ ഒരു ആത്മീയ നിത്യതയുണ്ടെന്ന് വേദഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, മോക്ഷം പ്രാപിക്കണം അഥവാ ആത്മരക്ഷ പ്രാപിക്കണം. ഇതെങ്ങനെ സാധിക്കുമെന്ന് പലർക്കും അറിയത്തില്ല. അതിനുവേണ്ടി മനുഷ്യർ ഒരുപാട് കർമ്മ പരിപാടികൾ ചെയ്യുന്നു, മതങ്ങളിൽ ആശ്രയിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇതെല്ലാം അവർ ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മിലുള്ള ദൈവീയ അംശമാകുന്ന ആത്മാവ് ആദ്യ മനുഷ്യനാകുന്ന ആദാം പാപം ചെയ്തത് മുഖാന്തരം അവൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവൻ അവന് നഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്ന ദിവസം നീ മരിക്കും. അവൻ ശരീരത്തിൽ മരിച്ചില്ല, പക്ഷേ ആത്മാവിൽ മരിച്ചു. ഈ ആത്മീയമായ മരണം സംഭവിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കർമ്മപരിപാടി കൊണ്ടോ അവൻ്റെ ഭക്തി കൊണ്ടോ എന്തെങ്കിലും ചെറിയ വിശ്വാസം കൊണ്ടോ ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതിന് ദൈവം ഒരുക്കിയ ഒരു രക്ഷാമാർഗമാണ് ഞാൻ വാക്യത്തിൽ വായിച്ചതുപോലെ, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി അതാ നിത്യജീവനോട് ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിന് മധ്യസ്ഥാനമാകുന്ന പലസ്തീനിൽ ബേത്ലഹേം എന്ന പട്ടണത്തിൽ ഒരു മനുഷ്യനായി ജാതനായി ഭൂമിയിൽ വന്ന് 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. അവസാനം മാനവജാതിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി തൻ ക്രൂശിൽ മരണപ്പെട്ട് തൻ്റെ ജീവൻ മറുവിലയായി നൽകി 3-ാം ദിവസം മരണത്തെ ജയിച്ചുകൊണ്ട് താൻ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാൽ ഏകനാൽ വന്ന ആ പാപവും മരണവും മാറ്റുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ മരണത്താൽ നമുക്ക് ജീവൻ നൽകാം എന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തു. അനേകരെ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ കർമ്മമാർഗം കൊണ്ടോ മതഭക്തി കൊണ്ടോ എന്തെങ്കിലും വിശ്വാസം കൊണ്ടോ ഒക്കെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഇന്ന് പലക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മനുഷ്യൻ്റെ യാതൊരു കർമ്മം കൊണ്ടും ആത്മരക്ഷ പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല. ഞാൻ എഫേസ്യ ലേഖനത്തിൽ വാക്യം വായിച്ചു, കൃപയാൽ വിശ്വാസം മൂലമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു. അപ്പോൾ ആത്മരക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിശ്വാസത്താൽ കൃപയാൽ നമ്മൾ പ്രാപിക്കേണ്ടതാണ്.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലയളവിൽ ഒരിക്കൽ നിക്കോദമോസ് എന്ന് പറയുന്ന ഒരു യഹൂദ പണ്ഡിതൻ യേശുവിൻ്റെ അടുക്കൽ വരികയും യേശുവുമായി ചില ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ യേശു അദ്ദേഹത്തോട് പറഞ്ഞ ചില വേദഭാഗങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന് സംശയമായി, ഇതെങ്ങനെ ജീവൻ പ്രാപിക്കാനായിട്ട് കഴിയും? അമ്മയുടെ ഗർഭത്തിൽ ഇനി ഒന്നുകൂടെ കടന്ന് ജീവൻ ജനിച്ച് ഭൂമിയിലേക്ക് വരാൻ കഴിയുമോ? യേശു പറഞ്ഞ അടുത്ത മറുപടി, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ജീവൻ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം കൊണ്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായി നേടേണ്ട ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് ആത്മരക്ഷ എന്നുള്ളത്. ആത്മരക്ഷയാണ് നമ്മുടെ മരണാനന്തരമുള്ള നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നത്. ആത്മരക്ഷ പ്രാപിച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ തന്നെ നല്ല സമാധാനമുള്ള, സന്തോഷമുള്ള, ജീവിതത്തിൽ പ്രത്യാശയുള്ള, ഒരു ലക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മരക്ഷ പ്രാപിച്ചാൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നൽകാം എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മരക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? അനേകർ ചിന്തിക്കുന്നു കർമ്മമാർഗത്താൽ രക്ഷ പ്രാപിക്കാമെന്ന്. എന്നാൽ ബൈബിൾ മാത്രം പഠിപ്പിക്കുന്നു കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താല രക്ഷ പ്രാപിക്കാൻ കഴിയുക. എന്താ വിശ്വസിക്കേണ്ടത്? നാം വിശ്വസിക്കേണ്ടത് നാം പാപിയാണെന്നും എനിക്കൊരു രക്ഷകനെ ദൈവം ഒരുക്കി, കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ വന്നു എന്നും, യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി, യേശുവിൻ്റെ മരണം ഒരു യാദൃച്ഛിക മരണമല്ല, ഒരു രക്തസാക്ഷി മരണമല്ല, ഒരു പ്രായശ്ചിത്ത മരണമാണ്. മറ്റൊരു വ്യക്തി ഭൂമിയിൽ മരിക്കുന്നത് പോലെയല്ല യേശു മരിച്ചത്. യേശു നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ച്, കാരണം യേശു പാപരഹിതനായിട്ടാണ് ഭൂമിയിൽ വന്നത്. മനുഷ്യരെല്ലാം ജനിക്കുന്ന പാപികളായിട്ടാണ്. എന്നാൽ യേശുവിൻ്റെ മരണം മാത്രം പാപരഹിത അല്ലെങ്കിൽ മരണമായിരുന്നു, അല്ലെങ്കിൽ പ്രായശ്ചിത്ത മരണമായിരുന്നു. ആ മരണം വരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപത്തിൻ്റെ ആ മരണം താൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുപടിയായി തന്നു. ഇന്ന് ആത്മരക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ കഴിയും. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുവിനെ അറിയുക. അത് വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം അംഗീകരിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വചനം നമ്മുടെ അനുഭവത്തിലാക്കി മാറ്റുക. ഇത് വ്യക്തമാകുവാനായിട്ട് ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണത്തിൽ കൂടെ മനസ്സിലാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ ഈ കോഴിമുട്ട അടവെക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. പലരും നമ്മുടെ ഭവനങ്ങൾ അത് ചെയ്ത് കാണും. കോഴിമുട്ടയ്ക്ക് ഉള്ളിൽ രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. ഒന്ന് അതിൻ്റെ വെള്ളക്കരു, അല്ലെങ്കിൽ അതിൻ്റെ ചുമന്ന കരു. ചുമന്ന കരു എന്ന് പറയുന്നത് ജീവനാണ്, വെള്ളക്കരു അതിൻ്റെ ആഹാരമാണ്. നാം ഒരു കോഴിമുട്ട എടുത്ത് ഒരു തള്ളക്കോഴിയുടെ കീഴിൽ ഒരു 21 ദിവസം വെച്ച് കഴിയുമ്പോൾ ആ തള്ളക്കോഴിയിൽ നിന്ന് ലഭിക്കുന്ന ചൂട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പരിവർത്തനമുണ്ടായി. അതിൻ്റെ ഉള്ളിലുള്ള ആ ചുമന്ന കുരു അത് ജീവൻ പ്രാപിച്ച് 21 ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ ജീവിയായി പുറത്തേക്ക് വരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ബീജസങ്കലനം ചെയ്ത ഒരു കോഴിമുട്ടയ്ക്ക് മാത്രമേ ഒരു പുതിയ ജീവൻ പ്രാപിച്ച് പുറത്തേക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതുള്ള മുട്ടകളൊക്കെ ചീമുട്ടയായിട്ട് മാറും. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ ഓർക്കുക, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ ജീവൻ ദൈവം നൽകിയിട്ടുണ്ട്. ആദാം പാപം ചെയ്തതുപോലെ മനുഷ്യജാതി മുഴുവനും മരണത്തിന് അധീനരാ. എന്നാൽ രണ്ടാം ആദാമാകുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നാം നിത്യജീവൻ അവകാശമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന്, ഈ യേശുവിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുവിനെ വിശ്വസിക്കുക മാത്രമല്ല, യേശുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും വാഗൊണ്ട് അത് ഏറ്റുപറഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഒരു പാപിയായ വ്യക്തിക്ക് എങ്ങനെ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയും? യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് പറയുകയും നമ്മെ തന്നെ വഞ്ചിക്കുന്നു. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം തന്നിരിക്കുന്ന അധികാരമാണ് ആ ഏറ്റുപറച്ചിൽ മുഖേന നമ്മുടെ ഉള്ളിൽ വരുന്ന മാനസാന്തര അനുഭവം മുഖേന, യേശുവേ ഞാനൊരു പാപിയ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കരങ്ങളിൽ
നമ്മുടെ വിശ്വാസത്താൽ യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ പാപക്ഷമ നൽകാം എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം തന്നു. ഈ അധികാരം നമ്മൾ കരസ്ഥമാക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ആത്മരക്ഷ ആ വ്യക്തിയിൽ ഉൾപ്പെട്ട കാര്യമാണ്. മറ്റൊരു വ്യക്തിക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാ എന്നുള്ള കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് മതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യമല്ല, ഇത് കർമ്മത്താൽ ലഭിക്കുന്ന കാര്യമല്ല. ആത്മരക്ഷയുടെ യഥാർത്ഥമായ മീനിങ് എന്തെന്ന് ചോദിച്ചാൽ ദൈവിക ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുക എന്ന. അതിന് ചെയ്യുവാനായി ദൈവവചനം നമ്മോട് പറയുന്ന കാര്യം, ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി ഭൂമിയിൽ വന്നു എന്നും യേശു ക്രൂശിൽ മരിച്ചു എന്നും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുകയും പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഉള്ളിൽ വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവം തരുന്ന ഒരു ദാനമാണ് ആത്മരക്ഷ എന്നുള്ളത്. അത് തെളിയിക്കാനായി ഞാൻ ഒരു ഉദാഹരണം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ നിയമസഭയിൽ അസംബ്ലിയിൽ ഇലക്ഷന് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു 5000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് ചിന്തിക്കുക. 5000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു MLA ആയിട്ട് അധികാരം ലഭിക്കത്തില്ല. ഒരു MLA ആയിട്ട് അദ്ദേഹത്തിന് അധികാരം ലഭിക്കണമെങ്കിൽ നമ്മൾ അസംബ്ലിയിൽ ചെന്നിട്ട് ഗവർണർ മുമ്പാകെയോ അഥവാ ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ മുമ്പാകെയോ നിന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞയോ സത്യവാചകമോ ഇല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന മതപ്രകാരമുള്ള സത്യപ്രതിജ്ഞയോ ചെയ്യുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അധികാരം ലഭിക്കത്തുള്ളൂ. ഇതുപോലെ ദൈവവചനം പറയുന്നു, ഒരു വ്യക്തി ഭൂമിയിലിരുന്നു കൊണ്ട് യേശുവേ നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ രക്ഷിതാവാണ്, ഞാൻ പാപിയായ ഒരു വ്യക്തിയെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ആ വ്യക്തി വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവം തരുന്ന ഒരു അധികാരമാണ് നമുക്ക് നിത്യജീവൻ എന്നുള്ളത്. അതിന് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട 2 കടമകളുണ്ട്. ഒന്ന്, നമ്മൾ മാനസാന്തരപ്പെടുക. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും പാപത്തെ ഉപേക്ഷിക്കാനുള്ള മനസ്സുമാണ് മാനസാന്തരം എന്ന് പറയുക. പശ്ചാത്തപിക്കുന്നവർ അനേകരുണ്ട്, പക്ഷെ മാനസാന്തരപ്പെടുന്നവർ ചുരുക്കമാണ്. യേശുക്രിസ്തു പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അന്നും ഇന്നും രക്ഷയ്ക്ക് ആധാരമായത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഏത് മതമെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ദൈവം ആണേ പെണ്ണെ 2 ഗ്രൂപ്പിനെ മാത്രമേ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളൂ. മതങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഏതെങ്കിലും ഒരു മതത്തിന്റെ വ്യക്താവായത് കൊണ്ടോ ഏതെങ്കിലും സഭയിൽ പോകുന്നത് കൊണ്ടോ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ആത്മരക്ഷയ്ക്ക് ആധാരമെന്ന് പറയുന്നത് ഉള്ളിൽ നമ്മൾ പാപബോധം ഉണ്ടാകണം. അതിന് ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസമുണ്ടാകും. വിശ്വാസമുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പരിവർത്തനത്തിനാണ്, അഥവാ ഞാൻ ഓർപ്പിച്ചതുപോലെ കോഴിയുടെ മുട്ട അല്ല തള്ളക്കോഴിയുടെ കീഴിൽ അടവച്ച് ഉള്ളിലുണ്ടാകുന്ന ഒരു പരിവർത്തനം പോലെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു അവസ്ഥയാണ് ഏത്? പുതുജനനം എന്ന് പറയുന്നത്. ഇതെല്ലാവരും പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മരക്ഷ അഥവാ നിത്യജീവനം പ്രാപിച്ചാൽ മാത്രമേ മരണാനന്തരമുള്ള നിത്യതയിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഈ 2 നിത്യതയാണ് നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത്. 1 സ്വർഗീയ നിത്യത, 2 നരക നിത്യത. എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, എല്ലാ മനുഷ്യർക്കും പുനരുദ്ധാനമുണ്ട്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം പ്രാപിക്കും എന്ന് കർത്താവ് ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരണാന്തര നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അഥവാ ആത്മരക്ഷ പ്രാപിച്ച് സമാധാനമുള്ള, സന്തോഷമുള്ള, പ്രത്യാശയുള്ള ഒരു നല്ല ജീവിതത്തെ ഉടമയായി നിങ്ങൾ തീരണമെങ്കിൽ ഇന്ന് തൽക്കാലം ദൈവവചന പ്രകാരം നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുക. ദൈവമേ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, എന്നോട് എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ കർത്താവ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഹൃദയംഗമായി ഏറ്റുപറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു എങ്കിൽ അതൊരു മതത്തിൽ ലഭിക്കുന്നതല്ല, ഒരു സഭയിൽ ലഭിക്കുന്നതല്ല, മറ്റാർക്കും തരാൻ കഴിയുന്നതല്ല.
ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും മാത്രം തരാൻ കഴിയുന്നത്. യേശുവാണ് നമുക്ക് ആത്മരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. അത് ഇന്നോ നാളെയോ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടത്. ജീവൻ നമുക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ. ആത്മരക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പിള്ളേരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവൻ അവകാശിയായി തീർന്ന് നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർവമായ സമാധാനപരമായ ഒരു ജീവിതം ഭൂമിയിൽ നയിക്കുവാൻ സർവേശ്വരനായ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയമുള്ളവരെയും അടിയൻ ദൈവവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവാത്മാവ് കൃപ നൽകണമേ. ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ കർത്താവിനെ അർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.